നമുക്ക് ഈ സയൻസിനെ കുറിച്ച് ഇത്തരം അശാസ്ത്രികൾ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അക്യുപങ്ക്ചർ പോലുള്ള ചില ചികിത്സാ രീതികളൊക്കെ ഉണ്ടല്ലോ. അത് സയൻസിന്റെ ഒരു ഭാഗമാണെന്ന് തന്നെയാണ് പലരും ഇപ്പോഴും കരുതിയിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടോ അതിൽ? കാരണം അത് ചൈനീസ് ആണ് അത്. അതെ, അല്ല അതിന് പല 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 ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനേക്കാളും ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഈ സ്യൂഡോ സയൻസിന്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സയൻസ് ആയിട്ട് ഭാവിക്കുക എന്നുള്ളതാണ്. അതായത് സയൻസ് ആയിട്ട് മാസ്കുറേഡ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു ടിപ്പിക്കൽ ലക്ഷണമാണ്. ഈ അക്യുപങ്ക്ചർ ശരിയാണെന്ന് വിശ്വസിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, പലപ്പോഴും മോഡേൺ മെഡിസിന്റെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു സൂചി കുത്തുന്ന പരിപാടി ഉണ്ട്, അകത്തേക്ക് കുത്തി കയറ്റുന്ന പരിപാടി ഉള്ളതെന്നുള്ളത് ആളുകൾക്ക് അറിയാം. അപ്പം സൂചി സയൻസിന്റെ കണ്ടുപിടുത്തമാണല്ലോ. അപ്പൊ ഈ സൂചിയും മറ്റേത് ഹൈപ്പഡെർമിക് നീഡിൽസ് ആണ്, അകത്തൂടെ നമുക്കൊരു ഫ്ലൂയിഡ് അകത്തേക്ക് കൊടുക്കാൻ കഴിയുന്ന തരം സൂചികളാണ് ആശുപത്രികളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് അകത്തേക്ക് കുത്തിക്കയറ്റുന്നത് ഒരു സയൻസിന്റെ ഒരു കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ സയൻസിന്റെ രീതിയാണെന്ന് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു. മറ്റേത് അവർ പറയുന്നത് ഇപ്പോൾ ഈ അവയവങ്ങളുടെ പേര് ഹാർട്ട്, കിഡ്നി, ലിവർ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും അവർ കാലിന്റെ അടിയിലോ അല്ലെങ്കിൽ കൈക്കുള്ളിലോ ഒക്കെയാണ് പല സ്ഥാനങ്ങൾ അക്യൂ പ്രഷർ പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. ലിവർ, കരൾ രോഗം ഇവിടെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഹാർട്ട് ഇവിടെ, എനിക്കറിയില്ല ഇത് ഏത് സംഭവമാണ്. എന്നിട്ട് ഈ പറയുന്ന നീഡിലുകൾ കുത്തിയിറക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ പരീക്ഷിക്കുന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. കാര്യം പലരും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചില, അതായത് വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കാറ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്റെ പെയിൻ കുറഞ്ഞു, വേദന കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇപ്പൊ പറയുന്നത് മാത്രമേ ചികിത്സകന് മനസ്സിലാവുള്ളൂ, രോഗി പറയുന്നത് മാത്രമേ മനസ്സിലാവുള്ളൂ. അവിടെയാണ് ഇവർ കുറെ മെറിഡിയൻസ് എന്ന് പറഞ്ഞ് കുറെ വരകൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്. ഇവിടെ കുത്തുമ്പോഴാണ് ഈ റിസൾട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, വേറെ സ്ഥലത്ത് കുത്തി നോക്കാം. വേറെ മെറിഡിയൻസ് എന്ന് പറയുന്ന ഷാം നീഡ്ലിംഗ് എന്ന് പറയും. അങ്ങനെ വെച്ച് പരീക്ഷിച്ചപ്പോഴാണ് അക്യുപങ്ക്ചറിന്റെ തട്ടിപ്പുകൾ മനസ്സിലായത്. കാര്യം ഈവൻ സബ്ജക്റ്റീവ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ പോലും അത് രോഗി അറിയാതെ ചെയ്യാൻ പറ്റുമോ? വേദന എടുക്കത്തില്ല. ഇല്ല, പക്ഷെ രോഗിക്ക് മെറിഡിയൻ അറിയില്ല, വേദന എടുക്കും. പക്ഷെ രോഗിക്ക്, അതായത് ഈ മെറിഡിയനിൽ കുത്തിക്കഴിഞ്ഞാൽ കരൾ രോഗം മാറും എന്ന് പറയാണ്. ഒരു വരയുണ്ട്, ആ വരയിൽ നമ്മൾ കുത്തുന്നില്ല, പകരം വേറെ വരയെ കുത്തുന്നു. ഒരു മെറിഡിയനും അല്ലാതെ ചുമ്മാ ശരീരത്തിന്റെ വേറൊരു ഭാഗത്ത് കുത്തുന്നു. ആ രോഗിയും പറയുകയാണ് എന്റെ വേദന മാറിയത്. അപ്പം ഈ മെറിഡിയൻ എന്ന് പറഞ്ഞ അടിസ്ഥാന സങ്കല്പമേ തെറ്റി. മനസ്സിലായില്ല, അങ്ങനെയാണ് അത് പൊളിഞ്ഞത്. എവിടെയെങ്കിലും ഒരു കുത്തുകൊണ്ടാൽ മതി. അതാണ്, അവിടെയാണ് നമ്മുടെ പ്ലസീബോ അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു രീതിയാണ്. നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇപ്പോ ഒരു രോഗിയായിട്ട് കിടക്കുന്ന ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കുന്നത് പോലും അയാൾക്ക് ഒരു ആശ്വാസവും, ചിലപ്പോൾ അതിൽ ചിലപ്പോൾ അയാൾക്ക് ഒരു പെയിൻ കുറഞ്ഞെന്ന് വരാം. കാണാതിരുന്ന മകൻ വന്ന് കാണുമ്പോൾ ചിലപ്പോൾ കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു അച്ഛന് സന്തോഷം വരാൻ, കുറച്ച് റിലീഫ് ഉണ്ടാവാം. സെയിം തിങ്, അതിൽ കൂടുതലൊന്നുമില്ല. ഈ റിലീഫ് ആയിരിക്കും ഒരു പക്ഷേ ഹോമിയോയിലും വർക്ക് ചെയ്യുന്നത്. കാരണം തീർച്ചയായിട്ടും പഞ്ചറൊക്കെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ഹോമിയോ പറഞ്ഞാൽ മാസമായിട്ട് നമ്മുടെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനൊരു അധ്യാപകൻ, എന്റെ സ്റ്റാഫ് റൂമിൽ തന്നെ പല അധ്യാപകരും ഹോമിയോ വരെ ഉപയോഗിക്കുന്നവരാണ്. ഞാനത് എന്റർടൈൻമെന്റ് ആയിട്ട് ഞാൻ ചെന്ന് കുപ്പി അടപ്പോട് പുറത്തൊക്കെ കഴിച്ചൊക്കെ കാണിക്കാറുണ്ട്. അല്ല, അത് പണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അവിടെ പറയാം. അല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ ഇതിനകത്ത് വേറെ വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഒന്ന്, പിന്നെ പല പഠനങ്ങളും ഇപ്പൊ കാണിക്കുന്നത് ആഴ്സനിക്കിന്റെ ഒക്കെ ടോക്സിസിറ്റി ഉള്ളതായിട്ടുള്ള ചില സ്റ്റഡീസും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോ മാത്രമല്ല, കരൾ രോഗികളായിട്ടുള്ള ആളുകളെ ചികിത്സിക്കുന്ന പലരും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്തിയിട്ട് അതിന്റെയൊക്കെ ഔട്ട്കംസ് നമ്മൾ മനസ്സിലാകുന്നത് അത് അത്ര ഈ പറയുന്ന അത്രയും ബിനൈൻ അല്ലെങ്കിൽ ഹാംലെസ് ആയിട്ടുള്ള ഒരു സാധനം അല്ല ഈ ഹോമിയോ മരുന്ന് എന്നുള്ളതാണ്. കാര്യം അതിനകത്തും കണ്ടാമിനേഷൻ ഒക്കെ വരാമല്ലോ. അത് ഹോമിയോ സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, ആ മരുന്നിന്റെ പ്രശ്നമാണ് ഈ കണ്ടാമിനേഷൻ ഒക്കെ വരുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഒന്നും വരാൻ പാടില്ല. പ്യൂർ ഹോമിയോ ആണെങ്കിൽ വരാൻ പാടില്ല, ധൈര്യമായിട്ട് കുടിക്കാം. പക്ഷെ ഇത് പ്യൂർ ഹോമിയോ ആണെന്ന് എങ്ങനെ അറിയും? ധൈര്യമായിട്ട് കുടിക്കാന്ന് വെച്ചാൽ രോഗം മാറാനല്ല, കുടിക്കാം.